ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു വൺ ഡേ വയനാട് കറങ്ങാൻ വന്നിരിക്കുന്നത്. വണ്ടി അതാണ്ടില്ലേ, നമ്മളെ പാരീസ് വിത്ത് 3 men കോമ്പോയിലാണ് നമ്മൾ ട്രിപ്പ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് രാവിലെ മോർണിംഗിൽ നമ്മൾ അവിടെ നിന്ന് ഒരു 4 മണിക്ക് പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ ടീ ഫാക്ടറിയിലല്ലേ വയനാട്. അതായത് മെയിനായിട്ട് IV ആണ് നമ്മളെ ഫോക്കസ് ചെയ്യണത്. അതായത് നമ്മൾ സാറന്മാർ പറയണ മെയിനായിട്ട് IV ആണ്. 3 IV ഉണ്ട്. ആ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ബാണാസുര ഡാമൊക്കെ പോകണുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി ഇതാക്കണം ഇവിടെ കിടക്കുന്നുണ്ട്. വണ്ടി അതെങ്ങൾക്ക് അറിയാലോ, പാരീസാണ്. പാരീസിൻ്റെ പുത്തൻ കൊമ്പനാണ്. വീഡിയോ എടുക്കണത് ഇർഫാനാണ് വീഡിയോ എടുക്കണത്. നമ്മളിന്ന് നമ്മളെ ഗിംബലൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ചെറുതായിട്ട് വീഡിയോ ഷെയ്ക്കൊക്കെ ഉണ്ടാവും. നമ്മളത് ആ വണ്ടീൻ്റെ ഉള്ളിൽ നമ്മളെ ആരിഫ് ഞാൻ പച്ചട്ടുണ്ടോ ഓനും പച്ചട്ട് നിൽക്കണ്. ഇനി ഞാൻ പറഞ്ഞോ, അക്ഷയ് ഉണ്ട് ഇവിടെ. അക്ഷയ് ഇവിടെ പാക്കേജിൻ്റെ തിരക്കിലാണ്. വണ്ടീൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഫുള്ള് കാണിച്ചു കൊടുക്കണ്ടല്ലോ. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുക്കാം. കഴിഞ്ഞിട്ടില്ല രാമ. സീസൺ ആയപ്പോൾ വേഗം പരിപാടിയൊക്കെ തീർത്ത് കൊണ്ടുവന്നതാണ്. വണ്ടീൻ്റെ സൈഡ് ലുക്ക് ഉണ്ടല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി എടുത്താണ്ട് പോവല്ലേ. അതായത് അവിടെയാണ്, ഇതൊരു ടീ ഫാക്ടറിയാണ്. ഇതിൻ്റെ മെയിൻ വരുന്നത് ഏകദേശം അത് മ്യൂസിയം ആണല്ലേ. അത് മ്യൂസിയമാണ്. ഫാക്ടറി IV നടക്കണ അവിടെയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റ് വന്നുകൊണ്ട് ഇവിടെ നിർത്തി പാർക്കിങ്. ഇത് പാർക്കിങ്ങിൻ്റെ ഏരിയയാണ്. അടിപൊളി പാർക്കിങ്ങിൻ്റെ ഏരിയയാണ്. ലൊക്കേഷൻ കണ്ടില്ലേ, കിടിലൻ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഇട്ട് ഇനി ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് ഓല് പറഞ്ഞാൽ അവിടെ സ്ഥലമുണ്ട്. അപ്പം ഇനി നമുക്ക് വണ്ടി എടുത്ത് അങ്ങോട്ട് പോവാം. അപ്പോൾ പോവല്ലേ, വണ്ടി എടുത്തോ. ഇല്ലല്ല, സ്റ്റാർട്ടാക്കിക്കോ. സ്റ്റാർട്ടാക്കിയിട്ട് ഇനി നമ്മൾ IV നടക്കുന്നിടത്ത് പോയേക്കാം. അവിടെ നമ്മൾ ഫസ്റ്റ് ടൈം വരുന്നത്. ചെറുക്കൻ സ്റ്റാർട്ടാക്കി. അപ്പോൾ ഇനി നമുക്ക് IV നടക്കുന്നിടത്തേക്ക് പോയേക്കാം. അത് കാണുന്ന ഒരു സ്കൂളാണ്. സ്കൂളിൽ ഇപ്പോൾ ബെല്ലടിച്ചിട്ടുള്ളൂ. സ്കൂൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ സമയം 9:30 കഴിഞ്ഞ്. എന്നാൽ ഇനി വാക്കേറ് പോവാ, അപ്പുറത്ത് പോട്ടെ. ഇതാണ് നമ്മൾ പോകേണ്ട റൂട്ട്. പക്ഷെ ഇവിടെ ആകെ കച്ചറായി. ഇവിടെ ആകെ ബ്ലോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണെങ്കിൽ വണ്ടി തിരിഞ്ഞ് പോരില്ല. അപ്പോൾ ഇവിടെ അഭിപ്രായം, ആളെണ്ണം കൂടി കഴിഞ്ഞാൽ അഭിപ്രായം കൂടുമല്ലോ. അവിടെ നിങ്ങൾ പോയോ തിരിച്ചു വാ. ഓല് ഞാൻ അവിടെ പോയി തിരിച്ചു വരണം, അല്ലാതെ ഇവിടെ തിരിഞ്ഞു വരില്ല. ഇതിലെങ്ങനെ പോയിട്ടാണ് ഫാക്ടറിയിൽ. ലൊക്കേഷൻ അടിപൊളി ലൊക്കേഷനാട്ടോ. ചെറുക്കം വണ്ടി തിരിക്കാൻ പോയിട്ട് വരുന്നുണ്ട്. തിരിച്ചു കണ്ട് ഇതാ വരുന്നത്. എവിടോ ലോങ്ങൊക്കെ പോയി തിരിച്ചു വരിക. കാരണം തിരിച്ചാൻ പോയിട്ട് കുറേ നേരമായി. ഏതാ വരവ്? നിങ്ങൾ ഈ പഞ്ചായത്ത് മൊത്തം തിരിച്ചാൻ പോയോ? മുട്ടായി അങ്ങനെ നിർത്തിക്കണേ. തുറക്ക് പോട്ടെ. കണ്ടല്ലേ, നല്ല മുട്ടായി ഇതൊക്കെ വാങ്ങി നിൽക്കണ്ടില്ലേ. ഇത് മതിയെങ്കിൽ തകിയില്ലേ, മതിയില്ലേ. ഇനി ചോറ് വേണ്ടല്ലേ. ഓൻ ഉച്ചക്കത്തെ ചോറാണ് കേട്ടോ. ഏത് നമുക്ക് രണ്ടാക്കില്ല, എനിക്ക് നമ്മൾ പോണ സ്ഥലം ഉണ്ടല്ലോ, അടിപൊളി സ്ഥലം കേട്ടോ. പക്ഷെ നമ്മളാ പോണ ടീ ഫാക്ടറി ഉണ്ടല്ലോ, അത് എത്രയോ കൊല്ലം പയക്കല്ല അത്ര. ഞാൻ അവിടെ ചോദിച്ചറിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോ തന്നെ ഒരു ദൊറോത്തി മദാമ ഫീൽ ഇട്ടെന്ന് പറഞ്ഞു. ആ കാണുന്നതാണ്, കാണുന്നുണ്ടോന്ന് അറിയില്ല. വ്യൂ നല്ല രസമുണ്ട്. അതെ, സെക്യൂരിറ്റിക്കാരു നേരത്തെ വന്നില്ലേ, കുറച്ച് പിള്ളേര്, അതിന്റെ ബാക്കി പിള്ളേരാണ്. ഓക്കെ, മുന്നാടി പോട്ടെ. സെക്യൂരിറ്റിക്കാരന്റെ ബീസ് ഉണ്ടാ തന്നെ പേടിയോ. ആരിഫ് പഠിച്ചില്ല ഡയലോഗ്. കീറെന്താ ചാടിക്കണ എടുക്കേണ്ടത്. ദേ നിക്കണ് നമ്മളാൾക്കാര്. എവിടോ കണ്ട് പരിചയണ്ടല്ലോ പോലെ. അണ്ണേ இந்த റൂട്ട് എങ്ക പോങ്ക? എടാ ഇത് ബിൽഡിങ് മറ്റേ അടി കറക്കണോ? വാണ്ടടാ ഇത് എവിടുക്കത്?
അവിടെ തിരിച്ചതിന് അതെന്താ പോണത്? ടീ ഫാക്ടറിന്റെ ഉള്ളിൽ കൂടെ എന്തൊക്കെയാ പോകുന്നുണ്ട് കേട്ടോ. ഫാനെ ഒന്ന് നോക്കാം, തട്ടോക്ക ഫ്രണ്ടോക്ക് ബാക്കല്ല. ആ എന്താണ് നിക്ക് ആദ്യം ഇതൊന്നും തീരുമാനാക്കട്ടെ. ഇവല്ല അച്ചപ്പൊക്കെ എടുത്തേക്കാണ്ടേ. ഇത് ബ്രിട്ടീഷുകാരെ കാലത്തില്ല ഏത് ബിൽഡിംഗ് കേട്ടോ. എങ്ങനെയെങ്കിലൊക്കെ എടുക്കും. ബിൽഡിംഗ് തട്ടിച്ചണ്ട പൊളിഞ്ഞാണിത്. കണ്ടാ തന്നെ അറിയാം വല്യപ്പാന്റെ കാലത്തിലെ ബിൽഡിംഗാ. അങ്ങനെ പോകാൻ പറ്റുമോ? വേണ്ട, നമുക്ക് ഇവിടെ ബാക്കിടാം. ബാക്കോക്ക് അല്ലേ? അല്ല പിന്നെ പോട്ടെ അതിലും ഫുള്ളടിച്ചോ. വയനാട് ഉള്ളിൻ്റെ ഉള്ളിലെ ഏതോ ടീ ഫാക്ടറി കേട്ടോ. സംഗതി അടിപൊളിയാണ്. ഇത് അതിൻ്റെ ബാക്കൊക്കെ ഇനിയുണ്ട്, ഒരുപാട് സ്ഥലമുണ്ട്. വണ്ടി ഇതാ കിടക്കണം. ഇതിലപ്പോൾ നമ്മൾ വന്നത് ഇതിലെങ്ങനെ വന്ന് തിരിച്ചാൻ വേണ്ടി വന്നാ. ആ സൈഡ് ചാരിട്ടോ. ആ അവിടെ തണലുണ്ട്. നമ്മളൊക്കെ പറ്റാതെ വണ്ടി പോണ്. കാണണല്ലോ. നമ്മളെ കയറ്റാതെ വണ്ടി പോയി ഗൈസ്. നമ്മൾ ഇനി എന്ത് ചെയ്യും? ചേട്ടപ്പെടാൻ വല്ല പണിയുണ്ടോ? ഞങ്ങൾ രണ്ടാളുണ്ടതിന്. രണ്ടാൾക്ക് പറ്റിയ വല്ല പണിയുണ്ടോ? ഓനോ നമുക്ക് പണിയില്ലെങ്കിലും കുഴപ്പമില്ല, സാലറി തന്നാൽ മതി. അല്ല ഇവിടുത്തെ പണിക്കാർക്കൊന്ന് ട്രിപ്പ് പോകണ്ടെന്നാവോ? നമുക്ക് പാക്കേജ് വെച്ചാലോ? നമ്മളും വന്ന ആൾക്കാരൊക്കെ അവിടെ എന്താടാ അവിടെ എന്താ അല്ല ബിരിയാണി കൊടുക്കണ്ടോ? ഓലെന്തോ ക്ലാസ്സിലാണ്. അങ്ങോട്ടൊക്കെ ചെയ്യ്. ഓരോ പെട്ടിൻ്റെ കൂടി എന്തൊക്കെയോ പോകുന്നുണ്ട്. അവിടെ ഫോൺ അലോഡ് അല്ല തോന്നുന്നുണ്ട്. ഇങ്ങോട്ട് പോന്നടാ. ആവശ്യത്തിലേക്ക് എന്തിനാ പോണ്? അരേ ഡ്രൈവർ പയ്യാ ബൈ വണ്ടി എടുത്ത് പോടേ. ആരോടെ വെച്ചിട്ട് വണ്ടി കയറ്റി? ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിൻ്റെ ഉള്ളിൽ ആരോടെ വെച്ചിട്ട് നിങ്ങൾ വണ്ടി കയറ്റി? ആ 3 മന്തിന്റെ പാക്കേജിൽ മാത്രം വരുമ്പോൾ ഇവിടെ വണ്ടി കയറ്റാൻ പറ്റുക. അല്ലാത്ത പാക്കേജിലൊന്നൊക്കെ അവിടെ പിടിച്ചിടും. ഞാൻ കിട്ടിക്കാരോട് പറഞ്ഞു നമ്മൾ അന്ത ഊർന്ന് വന്നതാണ് പറഞ്ഞപ്പോൾ അന്ന കയറ്റിക്ക് പറഞ്ഞു. അവിടെ ഫോൺ അലോഡ് ഉണ്ടല്ലോ. ആ ബോഡി ലൈറ്റ് കത്തി കിടക്കണം കണ്ടത്. നമ്മളെ പാക്കേജ് വന്നു കഴിഞ്ഞാൽ പാക്കേജിൽ 2000-3000 എക്സ്പെൻസ് വരുന്നത് എന്താണെന്നില്ല നമ്മളിന്ന് തെളിയിച്ചു. ഉറുപ്പേന്റെ പൊടിയാണ് പോട്ടെ. എറണാകുളം പോയിട്ട് ആ എന്ത് തീറ്റ തിന്നത് ഞാൻ പോയിട്ടില്ല ട്രിപ്പില്. ഇച്ചിപ്പില് വീഡിയോ ഇട്ട് നിൽക്കാം. 4 ബർഗർ അവിടെ ബോഡി ലൈറ്റ് എത്തുണ്ട്. അല്ല ഇന്നലെ എന്ത് ടയർ എന്ത് തിരിച്ചിടാൻ പോയതിന് അലൈൻമെന്റ് ഒക്കെ നോക്കിയോ? 4 ബർഗർ. ആ പിന്നെ എന്താണ് ഷെയ്ക്ക്? മാംഗോ ഷെയ്ക്ക്, കണ്ടറോ, 2 മാംഗോ ഷെയ്ക്ക്, പിന്നെ ഈ എന്താണ് കിറ്റ്കാറ്റിന്റെ ഷെയ്ക്ക്, ഓരോ ഷെയ്ക്കും. പിന്നെ എങ്ങനെ ബാലൻസ് ഉണ്ടാവണു? എക്സ്പെൻസ് തന്നെ ഇവിടെ വരുമ്പോ പിന്നെ മോമോസിന്റെ പ്ലേറ്റ് ഒന്ന്, പിന്നെ ചിക്കൻ നട്ട്സ്. നിങ്ങൾക്ക് ഇനി എന്ത് വാങ്ങി തന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും 100 ഉറുപ്പിക ഉണ്ടെങ്കിൽ അത് മതി ഞങ്ങൾക്ക്. പിന്നെ അതത്രേ ഉള്ളൂ, തിന്നിട്ട് മതി. ബാക്കി അത്ര പക്ഷെ ഇതും അല്ലാതെ തീറ്റായി. എന്ത് ഇന്നുണ്ടോ വയനാട്? ഇവിടെ ആകുമ്പോ കഞ്ഞിട്ടും. ഏത് ഇത് ചുക്കൂനാക്കുന്നത് രഞ്ജിത്തിന്റെ അപ്പുറത്തൊന്നുണ്ട്. അതൊക്കെ ഫോഗിലാകുമ്പോ കത്തി കിടക്കണ്. ഈ ചെങ്ങായി ഇത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നാണ് ഇറങ്ങിപ്പോ കിടന്നൊന്നും ഓഫാക്കാതെ. അങ്ങനെ നമ്മൾ ടീ ഫാക്ടറിന്ന് ഇറങ്ങി. അടുത്ത കണ്ടാണോ അണി അക്ഷയൊക്കെ പൈച്ചുകാട് കടന്നിക്കണ്. ഇനി കുറച്ച് തേങ്ങ കുടിക്കാൻ പോവാ. കണ്ടില്ലേ? കിട്ടിയില്ലേ?
ക്ഷീണിച്ചോ? ഇപ്പൊ തന്നെ ക്ഷീണിച്ചോ? എന്നോട് ഞാൻ 2 പൂരി തിന്നപ്പോഴേ പറഞ്ഞാണ് 4 തിന്നോന്നില്ല. പോട്ടെ ഈ സൈഡ് പോട്ടെ. അപ്പൊ ഞാൻ അടുത്ത് നേരെ ഹണി ഫാം. ഇങ്ങനെ നമ്മളതാക്കണു, നമ്മളെ ടീ ഫാക്ടറിന്നൊക്കെ പോകുന്നത് കഴിഞ്ഞിട്ട് നമ്മളെ ഹണി ഫാം പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പതാ നമ്മൾ നേരെ മിൽമിക്ക് വന്നിക്കാണ്. നമ്മളെ വയനാടില്ല മിൽമൻ്റെ ഫാക്ടറിയാണിത്. കണ്ടില്ല നമ്മളെ വണ്ടി ഇതവിടെ കിടക്കണ്. ഇനിയൊരു 3 ആളുണ്ട്, ഞാൻ കാണിച്ചരാ. നമ്മൾ വണ്ടി എവിടെയെങ്കിലും സൈഡാക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതാണ് അവസ്ഥ. ഐസൊന്നാ ചേച്ചിക്കോ? അതെ, ചേച്ചിക്ക് കച്ചവടം എല്ലാവരുണ്ട്. അപ്പൊ ഇതില് വരുന്ന എല്ലാ വണ്ടിക്കാരും കണ്ടില്ലേ നമ്മള് മിൽമയില് വരിക, ചേച്ചിന്റെ അടുത്ത് വരിക. ചേച്ചി എന്തൊക്കെ സ്പെഷ്യൽ അല്ലേ? ചേച്ചിക്ക് നാണം വന്നു, ക്യാമറ ഉണ്ടപ്പോ നാണം വന്നു. ചേച്ചി ഒളിഞ്ഞിരുന്ന്. എത്രാമത്തെ ഐസാണിത്? എന്താ ഇപ്പൊ നിങ്ങളൊക്കെ വിചാരം? എന്നാ ഇവിടെ കേട്ടോ, ഡെയിലി തിന്നാണ്ട് കണ്ടില്ലേ മിൽമന്റെ ഗേറ്റ് ആണത്. വണ്ടി ഇവിടെ ഇട്ട് എല്ലാരും ഐവിക്ക് പോയി. ഇത് 3ാമത്തെ ഐവിയാണ്. എടാ അത് 3ാമത്തെ ഐവി തന്നെയല്ലേ? 3ാമത്തെ അല്ലേ? ഇവിടെ ഫുള്ള് മിൽമന്റെ എല്ലാ ഐറ്റംസും കിട്ടും. അതുപോലെ ഫാക്ടറിന്റെ നേരെ മുന്നേ തന്നെ ഷോപ്പ്. ഇവിടെ ലാക്കിന്റെ തീറ്റയാണ്. ഇതൊന്നും തീരുമാനാക്കട്ടെ. നമ്മളങ്ങനെ മിൽമിയിലെ തീറ്റന്റെ യുദ്ധമട്ടിൽ കഴിഞ്ഞ് കണ്ടപ്പോ അമ്പലവയലെത്തി. വണ്ടിയാ കിടക്കണത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിക്കാണ്. ഏതാണ്? താജിലെ. അത് വായന്റെ ഒന്നു ഇനി തോരൻ വരും. അക്ഷയ ഇതെന്താ? അത് ഞാൻ കണ്ട്, റീല് ഞാൻ കണ്ട്. ഇർഫാന് പിന്നെ ഫോണില്ലാണ്ട് ചോറിറങ്ങൂല അല്ലേ? ബിരിയാണിക്കാരെ ഇതിന്ന് എടുക്കരുത് കേട്ടോ. എവിടെ പോയാലും നമുക്ക് ബിരിയാണി മന്തി ഇത് കുറച്ച് തരാല്ലേ. 2 കൊല്ലം കഴിഞ്ഞിട്ട് കൊളസ്ട്രോള് നോക്കുന്നുണ്ട് കേട്ടോ. ഫുഡൊക്കെ അടിപൊളി. രാവിലത്തെ ആയാലും ഉച്ചക്കത്തെ ആയാലും രാത്രിക്കത്തെ അതിനെ ഡബിൾ ഓക്കെ നമ്മളെ. അതെ, അതാണ് കണ്ടില്ല നമ്മള് താജിന്നാണ് ഇപ്പൊ ഫുഡ് കഴിച്ചത്. ക്ഷീണത്തിലാണ് ഞങ്ങൾക്ക്. ഇനി വണ്ടി തിരിക്കണം. നമ്മൾ നേരെ അടുത്ത പരിപാടി പിടിക്കും. ആ വ്ളോഗ്. ഹലോ ഗൈസ്, ഫുഡ് എങ്ങനെയുണ്ട്? സെറ്റല്ലേ? വെള്ളം ഇറങ്ങണ്. ഇതാണ് നമ്മളെ താജ്. അമ്പലവയലില്ലാണ് കിഡിലെ ഫുഡ് പറഞ്ഞ ഉച്ചക്കത്തെ ഫുഡൊക്കെ പക്ക അടിപൊളിയാണ്. വലിയ തിരക്കൊന്നുമില്ല. ഇതാകണോ അങ്ങനെ നമ്മളെ ഫുൾ ഡീറ്റെയിൽ ആണ്. ഇവിടേക്ക് എന്താ പറയല്? അമ്പലവയൽ എന്താ പറയല്? താജ് റെസ്റ്റോറൻറ്റ്. ഫുഡൊക്കെ അടിപൊളിയാണ്. എല്ലാവരും ഹാപ്പിയാണ്. നമ്മളിത് 2ാമത്തെ 3ാമത്തെ ഉണ്ടല്ലേ ഇക്കാനെ പരിചയപ്പെട്ട്. ഇക്കതിനിടയിൽ ഞങ്ങൾ ബില്ലെടുക്കുമ്പോൾ ഇക്കാക്ക് നേരിട്ട് ഞങ്ങൾ റിവ്യൂ ആണ് കൊടുത്തു. കുട്ടികൾ അടിപൊളിയല്ലേ? അടിപൊളിയാണ്. അപ്പൊ ഞങ്ങൾ ഇനിയും വരും. ഫുഡ് അടിപൊളിയാണ്, സെറ്റാണ്. അപ്പൊ പോവല്ലേ? അക്ഷയ പോവല്ലേ? പോവാ. എല്ലാരും കേറി പോവല്ലേ? സ്കൂളിട്ടോ? സ്കൂളിട്ട് ഇനിയിപ്പോ ബ്ലോക്ക് ആവും. ഈ നേരെ നമ്മള് ഞാൻ അടുത്ത കണ്ടടാ കാരാപ്പുഴ ഡാം. അതിൻ്റെ ഇടയിൽ നമ്മളെ മുതലാളി വന്നുകൊണ്ട് നമുക്ക് തന്നതാണ്. കണ്ടല്ലേ മുതലാളി വെള്ളം കൊണ്ടുവന്നാണ് മുതലാളി ഉണ്ട്. എന്നാ ഇനി പോവല്ലേ? ഞങ്ങൾ കൂട്ടിട്ടോ. കാണാം. അങ്ങനെ തകണു. സമയം 6:06 നമ്മൾ കാരാപ്പുഴ ഡാമിന്റെ പാർക്കിങ്ങിലാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ഇതാക്കണ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഏതായാലും ഇതേപോലത്തെ കിടിലം വീഡിയോസ് ആയി കണ്ട് നമുക്കിനി അടുത്ത പ്രാവശ്യം കാണാം.